destructive phenomena that affect the metals. അപ്പോൾ നമുക്ക് ഇന്ന് ഈ കൊറോഷനെതിരായിട്ട് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആണ്. ഈ ഇനോർഗാനിക് സബ്സ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് ഹൈലി ടോക്സിക് ആയതുകൊണ്ട് നമ്മുടെ പരിസ്ഥിതിക്ക് മലിനീകരണവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്ന് വേണം ഞങ്ങളുടെ അറിവിൽ നിന്നുകൊണ്ടും ഞങ്ങളുടെ സിലബസ് യൂസ് ചെയ്തുകൊണ്ടും ഒരു പുതിയ ഓർഗാനിക്സ് ഇൻഹിബിറ്റർ ഉണ്ടാക്കലാണ് ഞങ്ങളുടെ ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടായി നമ്മൾ അമരാന്തസ് വിരിഡിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ചീര ആണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ചീരയെ ഞങ്ങൾ ഒരു നീലത്ത് വെച്ച് ഉണക്കിക്കൊണ്ട് നീലത്ത് വെച്ച് ഉണക്കിയ പൊടി ഞങ്ങൾ 1 മോളാർ HCl 500 ml 1 മോളാർ HCl ഒരു റിഫ്ലക്സിങ് പ്രോസസ്സിന് വിധേയമാക്കി. അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടിയ സൊല്യൂഷനാണ് ഇത്. ഈ സൊല്യൂഷനെ ഞങ്ങൾ ഈ ഫിൽറ്റർ പേപ്പർ വെച്ച് ഫിൽറ്റർ ചെയ്തു. അങ്ങനെ കിട്ടിയൊരു ഇൻഹിബിറ്ററാണ്, ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ ഈ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ പിന്നീട് ഞങ്ങൾ അഭിമുഖീകരിച്ച പ്രശ്നം എന്ന് വെച്ചാൽ അതിലെ പല ടൈമിലും പല കോൺസെൻട്രേഷനിലും നമുക്ക് പല റിസൾട്ടുകളാണ് വരുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചത് ഇതിൻ്റെ ഒരു ഓപ്റ്റിമം കോൺസെൻട്രേഷൻ, ഒരു ഒപ്റ്റിമം ടൈം, ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഇത് മൂന്നും കണ്ടെത്തുകയായിരുന്നു പിന്നീടുള്ള ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഒരു ഫൈനലൈസേഷനായിട്ട് നമുക്ക് 333 കെൽവിൻ ടെമ്പറേച്ചറിലും 0.5 കോൺസെൻട്രേഷനിലും 16 hour ടൈമിലും നമുക്കിതിൻ്റെ മാക്സിമം ഇൻഹിബിഷൻ എഫിഷ്യൻസി കാണാൻ സാധിച്ചു. അതിനൊരു പ്രൂഫ് എന്നാണ് ഞങ്ങളിവിടെ ഒരു എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു മെറ്റൽ റോഡ് ആദ്യമേ കൊറോഷൻ സംഭവിച്ച ഒരു മെറ്റൽ റോഡാണ്. അത് ഞങ്ങൾ ഈ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറോളമായി. അപ്പോൾ അത് കൊറോഷൻ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 16 മണിക്കൂർ ആണ് ഇതിൻ്റെ ഒരു ഒപ്റ്റിമം ടൈമെന്ന്. ആ ടൈമിലാണ് ഇത് മാക്സിമം ഇൻഹിബിഷൻ കാണിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഒരു ശരിക്കും കൊറോഷൻ സംഭവിച്ചിട്ടുള്ള. ഇതിൻ്റെ പ്രസക്തി എന്ന് വെച്ചാൽ ഇന്ന് ആധുനിക ലോകം ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് ഒരു ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അതിലെ ഇൻഗ്രീഡിയൻസ് മുഴുവനും അധികവും നമുക്ക് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതും ഹൈ കോസ്റ്റ്ലിയും പിന്നെ ബയോഡിഗ്രേഡബിലിറ്റിയും ഇല്ലാത്തതുമാണ്. അപ്പോൾ ഈ ഒരു വസ്തുത നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ അതൊരു ശാസ്ത്രത്തിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് പറയാം. ഈ ഒരു ഡീമെറിറ്റിനെ എങ്ങനെ ഞങ്ങളുടെ രീതിയിൽ മേക്കപ്പ് ചെയ്യാമെന്നതായിരുന്നു ഞങ്ങളുടെ ഈ പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം. റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റാണ് ഞങ്ങളുടെ ഐറ്റം. ഞങ്ങളുടെ സബ്ജക്ട് പരിസ്ഥിതി സൗഹാർദ്ദ വൃക്ഷങ്ങൾ എന്നതാണ്. ഇന്ന് നമ്മുടെ കേരളീയ നാട്ടിൽ വിദേശി വൃക്ഷങ്ങളെ അനുകരിക്കുന്ന ഒരു പതിവ് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിദേശി വൃക്ഷങ്ങളെ നടുന്നതിനോടൊപ്പം അവ എത്രത്തോളം പരിസ്ഥിതിക്ക് അനുയോജ്യമാണെന്നോ അവ എത്രത്തോളം മറ്റ് ആവാസ വ്യവസ്ഥയ്ക്കും ആഹാര ശൃംഖലാജാലങ്ങൾക്കും അനുയോജ്യമാണെന്നോ നാം ആരും ചിന്തിക്കാറില്ല. ഈ അവസരത്തിൽ നമ്മുടെ നാട്ടിലുള്ള വൃക്ഷങ്ങളിൽ തന്നെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഏറ്റവും കൂടുതൽ പരിസ്ഥിതിക്ക് ഇണങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളെ കണ്ടെത്തുക എന്നതാണ് ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ ലക്ഷ്യം. ഇതിനായിട്ട് ഞങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള വൃക്ഷങ്ങളുടെ സർവേ ഞങ്ങൾ നടത്തി. അതിൽ നിന്നും 23 വൃക്ഷങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്ത വൃക്ഷങ്ങളാണ് ഇത്രയും. ഈ വൃക്ഷങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ കൂടുതൽ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയാണ് പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായ വൃക്ഷങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. ആദ്യമായിട്ട് വൃക്ഷങ്ങളുടെ ചുവട്ടിലുള്ള മണ്ണ് എടുത്തതിന് ശേഷം അതിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. സെലക്ട് ചെയ്ത മണ്ണ് 0.001 ഗ്രാം ഭാരമുള്ള ഈ ടിന്നിനകത്ത് എടുത്തതിന് ശേഷം ഒരു ദ്വാരമിട്ടു. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് പൂർണ്ണമായും വാർന്നു പോകാനായിട്ട് അനുവദിച്ചു. അതിനുശേഷം ഈ രണ്ട് വെയിറ്റുകളുടെയും അടിസ്ഥാനത്തിൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ് എടുത്തതും ആദ്യം സെലക്ട് ചെയ്ത മണ്ണും അതിനുശേഷം മണ്ണിൻ്റെ വെയിറ്റും അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയ മണ്ണിൻ്റെ വെയിറ്റും എടുത്ത് സമവാക്യം വെച്ചാണ് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിച്ചത്. ഇത് മണ്ണിൽ എത്രത്തോളം സൂക്ഷ്മജീവികളും മറ്റ് ആർത്രോപോഡ് നിമറ്റോഡ്സ് ഉണ്ട് എന്നതിനായിട്ട് ചെയ്ത എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻ്റിൻ്റെ പേര് ബെർലിയസ് ഫണൽ എക്സ്ട്രാക്ഷൻ മെത്തേഡ് എന്നാണ്. ഇതിൻ്റെ ഈ ബീക്കറിലെ 20 മില്ലി പ്രിസർവേറ്റീവായ ഫോർമാൽഡിഹൈഡ് ആണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിൽ സെലക്ട് ചെയ്ത മണ്ണ് ഈ ഫണലിൽ വെച്ചതിന് ശേഷം ഈ ചൂടിന് ചുറ്റും വെക്കും. ഈ ചൂട് കാരണം ഇതിലുള്ള സൂക്ഷ്മജീവികളും മറ്റ് നിമറ്റോഡ്സും ആ ചൂടിനെ താങ്ങാൻ പറ്റാതെ താഴെയുള്ള പ്രിസർവേറ്റീവിൽ വന്ന് വീഴും. ഈ പ്രിസർവേറ്റീവ് വീണ്ടും എടുത്ത് നമ്മൾ നിരീക്ഷണ വിധേയമാക്കുവാണെങ്കിൽ അതിൽ എത്രത്തോളം ആർത്രോപോഡ് നിമറ്റോഡ്സ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കണ്ടുപിടിച്ചത് ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മജീവികൾ ഉള്ളതെന്നാണ്.
ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് മണ്ണിന് അടിയിലുള്ള പരീക്ഷണങ്ങളാണ്. മണ്ണിന് മുകളിലുള്ള നിരീക്ഷണത്തിൻ്റെ ഭാഗമായി സെലക്ട് ചെയ്ത വൃക്ഷങ്ങളുടെ ചുവട്ടിൽ എത്രത്തോളം വെജിറ്റേഷൻസ് ഉണ്ട്, അതിൽ എത്രത്തോളം പക്ഷികൾ വന്ന് കൂട് കൂട്ടുന്നുണ്ട്, അതിൻ്റെ മരത്തുലി, അതിൻ്റെ ഇലകൾക്കിടയിൽ അവിടെയെല്ലാം എത്രത്തോളം പ്രാണികൾ ഉണ്ട് എന്നെല്ലാം ഞങ്ങൾ നിരീക്ഷിച്ചു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അഞ്ച് വൃക്ഷങ്ങളാണ് പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായത് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ആ 5 വൃക്ഷങ്ങൾ ആൽ, ആഞ്ഞിലി, പാല, മാവ്, കണിക്കൊന്ന എന്നിവയാണ്. ഈ വൃക്ഷങ്ങൾ മറ്റ് വിദേശീയ വൃക്ഷങ്ങൾക്ക് പകരവും സാമ്പത്തിക നേട്ടം തരുന്ന വൃക്ഷങ്ങൾക്ക് പകരവും നട്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായി പരിസ്ഥിതിയെ മറ്റ് ആഹാര ശൃംഖലാജാലങ്ങളെ നമുക്ക് കൂടുതൽ കൈകോർത്തിണക്കാനും അവയെ മെയിൻറ്റെയിൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള മണ്ണാണ്. ഈ മണ്ണിനെയാണ് കൂടുതൽ പഠനവിധേയമാക്കിയത്. ഈ മണ്ണിലുള്ള ഇത് എത്രത്തോളം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതിനുള്ള ചില എക്സ്പെരിമെൻറ്റ്സ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം ആർത്രോപോഡ് നെമറ്റോഡ്സ് ഉണ്ട് എന്നിവയെല്ലാം ഈ മണ്ണിനെ പഠനവിധേയമാക്കിയാണ് ചെയ്തിട്ടുള്ളത്. മെക്കാനിക്കൽ വാട്ടർ ലെവൽ കൺട്രോളർ. സാധാരണ നമ്മൾ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ 4 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അനുഭവപ്പെടുന്നത്. ഒന്ന്, ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ അത് നിറയുന്നത് വരെ നമ്മളുടെ ശ്രദ്ധ വേണ്ടിവരുന്നു. 2, ടാങ്കിലെ വെള്ളം തീരുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ പല അടിയന്തര ആവശ്യങ്ങൾക്കും വെള്ളം കിട്ടാതെ വരുന്നത് ഇതുമൂലമാണ്. 3, കിണറ്റിലെ വെള്ളം കുറഞ്ഞ് ഫുട് വാൾവ് പൊന്തുമ്പോൾ മോട്ടോർ പ്രവർത്തിക്കുകയും ഇത് ചിലപ്പോൾ കത്തിപ്പോവാനിടയുണ്ട്. അല്ലെങ്കിൽ ഇത് വെള്ളം ഒഴിച്ച് ശരിയാക്കേണ്ടതാണ്. മോട്ടോർ വെള്ളം എടുക്കാതെ പ്രവർത്തിക്കുമ്പോൾ മോട്ടോർ കത്തിപ്പോകുന്നു. ഇതിനും പരിഹാരമായിട്ടുള്ളതാണ് ഈ സ്വിച്ച്. ടാങ്കിലെ വെള്ളം നിറയുമ്പോൾ തൂക്കിയിട്ടുള്ള ഭാരമുള്ള വസ്തുവിൻ്റെ വലിയ ബലം നഷ്ടപ്പെടുകയും സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യുന്നു. ടാങ്കിലെ വെള്ളം കുറയുമ്പോൾ ടാങ്കിൽ തൂക്കിയിട്ടുള്ള വസ്തുക്കളുടെ വലിയ ബലം മൂലം സ്വിച്ച് ഓൺ ആകുന്നു. കിണറ്റിലെ വെള്ളം കുറയുമ്പോൾ കിണറ്റിൽ തൂക്കിയിട്ടിട്ടുള്ള വസ്തുവിൻ്റെ വലിയ ബലം മൂലം സ്വിച്ച് ഓഫ് ആവുന്നു. പിന്നെ മോട്ടോർ വെള്ളമെടുക്കാതെ പ്രവർത്തിക്കുമ്പോൾ ഇതിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു 2 കുഴലുകളിലൂടെ പാത്രത്തിൻ്റെ കുഴലുകളിലൂടെ വെള്ളം താഴോട്ട് ഒഴുകുകയും അതിൻ്റെ വലിയ ബലം നഷ്ടപ്പെടുകയും സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് കർഷകരുടെ മിത്രമാണിത്. പല മേന്മകളുമുണ്ട്. മോട്ടോറിന് ആയുർദൈർഘ്യം ലഭിക്കുന്നു. വൈദ്യുതി ലാഭം, കർഷകരുടെ മിത്രം, സാമ്പത്തിക ലാഭം എന്നിവയാണ് കർഷകരുടെ മിത്രം എന്ന് പറയാൻ കാരണം ഡ്രിപ്പ് ഇറിഗേഷൻ നടപ്പിലാക്കിയ കൃഷിസ്ഥലങ്ങളിൽ ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. പിന്നെ വലിയ വയലുകളിലും തെങ്ങിൻ തോപ്പുകളിലും നമുക്ക് മോട്ടോർ ഓൺ ചെയ്ത് പോവുകയും ചെയ്യാം. വൈദ്യുതി ഇല്ലാതെ പ്രവർത്തിപ്പിക്കുന്ന അലക്കൽ ഉണക്കൽ യന്ത്രമാണ്. ഇതിലേക്ക് ആദ്യം വെള്ളമൊഴിക്കണം. അതിൽ കുറച്ച് സോപ്പ് പൊടി ഇടുക. പുറത്തും അകത്തും വെള്ളമുണ്ട്. ഈ ബക്കറ്റിന് ധാരാളം ഓട്ടകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ കറക്കുമ്പോൾ ഈ ഓട്ടയിൽ കൂടി വെള്ളം ശക്തിയായിട്ട് തുണിയിലേക്ക് അടിക്കുകയും തുണിയിലെ അഴുക്ക് മുഴുവൻ പോയി തുണി കഴുകി വൃത്തിയാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഹാൻഡിൽ ഭാഗം അർദ്ധവൃത്താകൃതിയിൽ കറക്കുമ്പോൾ ഇതിനോട് ബന്ധപ്പെടുത്തിയ കൗണ്ടർ ഷാഫ്റ്റ് അതിനേക്കാൾ വേഗത്തിൽ കറങ്ങുകയും അതുവഴി വാഷിംഗ് ഡ്രം ഘടികാര ദിശയിലും വിപരീത ദിശയിലും തിരിയുന്നു. ഇങ്ങനെ തിരിയുമ്പോൾ ഈ ബക്കറ്റിലെ വെള്ളം ശക്തിയായി തുണിയിലേക്ക് അടിക്കുകയും തുണിയിലെ അഴുക്ക് മുഴുവൻ പോയി തുണി കഴുകി വൃത്തിയാവുകയും ചെയ്യുന്നു. തുടർന്ന് ഈ പൈപ്പ് വഴി അലക്കിയ അഴുക്ക് വെള്ളം കളയുന്നു. എന്നിട്ട് ഇത് വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ ഊരിപ്പിഴിയില്ലേ അലക്കി, അതിന് പകരം കുറച്ചും കൂടി നല്ല വെള്ളം ഒഴിക്കുന്നു.
നേരത്തെ ചെയ്ത പോലെ തന്നെ അർദ്ധവൃത്താകൃതിയിൽ കറക്കുന്നു. വീണ്ടും വെള്ളം കളയുന്നു. തുടർന്ന് ഇതിന്റെ ഹാൻഡിൽ ഭാഗം വൃത്താകൃതിയിൽ വളരെ വേഗത്തിൽ കറക്കുമ്പോൾ ഇതിലെ വെള്ളം മുഴുവൻ പുറത്തേക്ക് പോയി ഉണങ്ങുന്നു. മിനിറ്റ് നേരം ഇങ്ങനെ കറക്കുമ്പോൾ ഇതിലെ വെള്ളം 80% പോയി ഉണങ്ങുന്നു.